welcome to Inspire and Lead. ഇന്ന് നമ്മൾ ഒരു റിക്വസ്റ്റഡ് റെസിപ്പി ഉണ്ടാക്കാൻ പോകുന്നത് അത് ചെന ബട്ടൂര. ചെന ബട്ടൂര എന്ന് പറയുന്നത് നമ്മുടെ കടല നമ്മളിവിടെ യൂസ് ചെയ്യുന്ന കാബുളി ചെന. ബട്ടൂര ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ വെച്ച് ഉണ്ടാക്കി കാണിക്കാം. ചെന ബട്ടൂര ഉണ്ടാക്കാനായിട്ട് ഫസ്റ്റ് ബട്ടൂരയുടെ സ്റ്റെപ്പാണ് പറയുന്നത്. ബട്ടൂര എന്ന് പറയുന്നത് നമ്മുടെ ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ, ഒരു 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവർ അല്ലെങ്കിൽ മൈദ എടുത്ത് പിന്നെ ഇതിനോട് ചേർക്കാനായിട്ട് കുറച്ച് ഉപ്പ് ആവശ്യത്തിന്, അതിൻ്റെ കൂടെ ഒരു ചെറിയ നുള്ള സോഡാപ്പൊടി, ബേക്കിംഗ് സോഡ. എന്നിട്ട് നമ്മളൊന്ന് ജസ്റ്റ് ഉപ്പും ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് ഉപ്പ്, ബേക്കിംഗ് സോഡയും ഓൾ പർപ്പസ് ഫ്ലവർ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നല്ലോണം മിക്സ് ചെയ്തു. ഇനിയും ഒരു സെൻട്രലൈസ് ചെയ്തിട്ട് നമ്മുടെ വെറ്റ് ഇൻഗ്രീഡിയൻസ് മൊത്തമായിട്ട് ഇടാം. ഓക്കെ, സോ ആദ്യം ചെയ്യാൻ പോകുന്ന ഒരു 2 ടേബിൾ സ്പൂൺ തൈര്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ. ഇത് ഞാൻ വെജിറ്റബിൾ ഓയിലാണ് ഇവിടെ എടുത്തേക്കുന്നത്, റെഗുലർ ഓയിൽ. ഡാൽഡയോ നെയ്യോ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇവിടെ വെജിറ്റബിൾ ഓയിൽ തന്നെയാണ് ഇട്ടേക്കുന്നത്. എന്നിട്ട് ഇത് ഒന്നും കൂടെ നമ്മൾ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. കഴിഞ്ഞിട്ട് ഒരു 2/3 കപ്പ് റൂം ടെമ്പറേച്ചറിൽ നിൽക്കുന്ന വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചെടുക്കണം. ഇപ്പോൾ ഇത് ഓൾ പർപ്പസ് ഫ്ലവർ ആയതുകൊണ്ട് പെട്ടെന്ന് സ്റ്റിക്കി ഒരു ഡവായിട്ടായിരിക്കും ആദ്യം കിട്ടുന്നത്. അപ്പം വെള്ളം വളരെ സൂക്ഷിച്ച് വേണം ഒഴിച്ച് കുഴയ്ക്കാനായിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ 2 കപ്പ് ഓൾ പർപ്പസ് ഫ്ലവറിന് ഒരു 2/3 കപ്പ്, ഇത് റൂം ടെമ്പറേച്ചറിലെ വെള്ളം ഞാൻ ആദ്യം ഇച്ചിരിയായിട്ടൊന്ന് ഒഴിച്ച് കൊടുക്കും. ഇപ്പോൾ എന്തായാലും ഇവിടെ 2/3 കപ്പാണ് എടുത്തേക്കുന്നത്. അതും ചെറുതായിട്ട് ഞാനൊന്ന് കുഴച്ച് നോക്കട്ടെ. ഇതുണ്ടോ, നല്ല ഒരു ഡോ ആയിട്ട് ഇത് കിട്ടുന്നുണ്ട്. പിന്നെ നമ്മൾ നല്ല ഒരു ഡോ ആയിട്ട് ഇത് കിട്ടിയിട്ടുണ്ട്. മൈദ വെച്ച് വർക്ക് ചെയ്യുമ്പം ആദ്യം തന്നെ കുറേ വെള്ളം അങ്ങ് ഒഴിക്കല്ലേ, കാരണം പതുക്കെ ഒഴിച്ചു കൊടുക്കണം. ഓക്കെ, വേണ്ട നല്ല രസമായിട്ട് ഇത് വന്നിട്ടുണ്ട്. പിന്നെ എപ്പോഴും ഇൻസൈഡ് ഒരു ഫോൾഡും കൂടെ കൊടുക്കണം. ഈ മൈദയും ഗോതമ്പും ഒക്കെ വെച്ച് പൂരി ചപ്പാത്തിക്കൊക്കെ ചെയ്യുമ്പം ഒരു ഇൻസൈഡും കൂടെ ഒരു ഫോൾഡ് നമ്മളിങ്ങനെ കൊടുക്കണം, റൗണ്ട്നെസ് ആയിട്ട് കിട്ടാനായിട്ട്. ഓക്കെ, ഇനിയും നമ്മൾ ഈ ഡോ ഒരു 2 hours റൈസ് ചെയ്യാൻ വെക്കണം. പക്ഷെ അതിൻ്റെ മുമ്പേ കുറച്ച് ഒരു 1/2 ടേബിൾ സ്പൂൺ വരെ ഒന്ന് ഓയിൽ ചെയ്ത് ഈ ഡോ വെക്കണം, ഡ്രൈ ആയതുപോലെ. ഓക്കെ, എന്നിട്ട് നമ്മളൊരു 2 hours ഇത് റെസ്റ്റ് ചെയ്യാനാണ് പറയുന്നത്. റെസ്റ്റ് ചെയ്യാനായിട്ട് ഇതിനെ വെക്കണം. ഒരു നല്ലൊരു തുണിയിട്ടോ അല്ലെങ്കിൽ ഒരു അടപ്പിട്ട് കവർ ചെയ്ത് ഇതിനെ നിൽക്കാതെ മാറ്റി ഒരു 2 hours ഡിസ്റ്റർബ് ചെയ്യാതെ വെക്കണം. ഓക്കെ, നെക്സ്റ്റ് ചെന കടല ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ബട്ടൂരയ്ക്ക് വേണ്ടി. പക്ഷെ അതിന് മുമ്പ് എനിക്കൊരു കാര്യം കാണിക്കണം. ഈ ബൗളൊക്കെ കണ്ടോ, ഇത് ഇൻസ്പയർ ആൻഡ് ലീഡിലെ ഒരു ഫാമിലി മെമ്പർ അയച്ചു തന്നത് ഒരു ഗിഫ്റ്റായിട്ട്. സോ താങ്ക് യു സോ മച്ച് ആൻഡ് അപ്രീഷിയേറ്റ് ദ സപ്പോർട്ട്. ബട്ടൂരയുടെ പ്രത്യേക ഒരു തരം കറി അത് കടല വെച്ചുണ്ടാക്കുന്നത്. അതിന് മുമ്പേ നമുക്ക് ചെയ്യേണ്ടത് കഴിഞ്ഞാൽ ഒരു 4 ടൊമാറ്റോസ്, ഹോൾ ടൊമാറ്റോസ് ഒന്ന് ബ്ലാൻഡ് ചെയ്തെടുക്കണം. കടല ഇവിടെ ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്ന കടല ഞാൻ കാണിച്ചു തരാം. ഇതാ കാബുലി ചെന എന്ന് പറയും. നമ്മുടെ ട്രഡീഷണൽ ഡാർക്ക് ബ്രൗൺ കടലയല്ല, ഇത് ലൈറ്റ് കളറിലെ കടലയാണ്. ഇത് ഞാൻ 5 കപ്സ് എടുത്തു. 5 കപ്സ് ഞാൻ തലേനെ കുതിർത്ത് ഒരു 8 hours ഇത് സോക്ക് ചെയ്യണം. എന്നിട്ട് വെറുതെ ഇച്ചിരി ഉപ്പിട്ട് പുഴുങ്ങി എടുത്തിട്ടുണ്ട്. ഞാൻ ഒരു 1/2 കപ്പ് മാറ്റി വെച്ചിട്ടുണ്ട്. ഇതിന് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇത് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് അരച്ചിടണം. ബട്ടൂരയ്ക്ക് വേണ്ടിയുണ്ട് കറിക്ക് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് സവാള, 2 സവാള, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ചോപ്പ് ചെയ്തും ഇടാം, പേസ്റ്റ് പോലെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയിട്ട് ഇടാം. ഞാനിവിടെ ചോപ്പ് ചെയ്താണ് ഇടുന്നത്. എല്ലാം ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം. പിന്നെ 2-3 പച്ചമുളക്, പിന്നെ ഉണ്ട് മസാലകളെന്ന് പറയാനായിട്ടുള്ളത് കശ്മീരി ചില്ലി പൗഡർ,
സാദാ ചില്ലി പൗഡർ, റെഡ് ചില്ലി പൗഡർ, പിന്നെ മഞ്ഞൾ, മല്ലിപ്പൊടി, കസൂരി മേത്തി എന്ന് പറയും. ഇത് ഡ്രൈ ചെയ്ത് കസൂരി മേത്തി, അത് കുറച്ച് ഹെവി ആയിട്ട് വേണം, ഒരു 2 ടേബിൾ സ്പൂൺ എങ്കിലും വേണം. പിന്നെ എന്തുവാ, ബേ ലീഫ്, ഇതൊക്കെ ഒരെണ്ണം മതി. പിന്നെ കുറച്ച് നീളത്തിലുള്ള ഡ്രൈഡ് വറ്റൽ മുളക്, പിന്നെ ഇവിടെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഗരം മസാല, പിന്നെ അംചൂർ. ഈ അംചൂർ എന്ന് പറയുന്നത് ഡ്രൈ മാംഗോ പൗഡറായത് അംചൂർ. ഇത്രയും മസാലകൾ. പിന്നെ വേറൊരു കാര്യം, എനിക്ക് ക്രഷ് ചെയ്തിടാനായിട്ട് നമ്മുടെ ജാതിപത്രി എന്ന് പറയും. നല്ല സ്മെൽ, ഇത് ജാതിക്കേക്കാട്ടിലും നല്ലൊരു മണമാണ് ഇതിനുള്ളത്, നല്ല ഫ്ലേവറിങ്ങുമാണ്. അതിൻ്റെ കുറച്ച് 1 or 2 പീല് ഇതുപോലൊന്ന് ക്രഷ് ചെയ്തിടും. അതിൻ്റെ കൂടെ കുറച്ച് കാർഡമം, അതായത് ഏലക്കയും ഒന്ന് ക്രഷ് ചെയ്ത്, ഇതൊരു ½ ടീസ്പൂൺ to 1 ടേബിൾ സ്പൂൺ മതി. ഇത് നല്ലോണം ക്രഷ് ചെയ്തിട്ട് ഇടുന്ന കാര്യങ്ങൾ. അപ്പോൾ ആദ്യം തന്നെ വളരെ നല്ലതായിട്ട് ചോപ്പ് ചെയ്ത് ഉള്ളി എടുക്കുക, സവാള. ഓക്കെ, അപ്പോൾ ഇതെല്ലാം നമ്മൾ ഫൈനായിട്ട് ചോപ്പ് ചെയ്ത്, ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, കുറച്ച് പച്ചമുളക്, പിന്നെ വഴറ്റാൻ വേണ്ടി നമ്മൾ കുറച്ച് കരിയാപ്പിലയും ബാക്കി ബേ ലീഫും കൂടെ ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ഈ തക്കാളി ഒന്ന് ബ്ലാൻഡ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ചെയ്യാനുള്ള സ്റ്റെപ്സ്. അപ്പോൾ ഞാനിവിടെ ടൊമാറ്റോ ബോയിൽ ചെയ്ത് കോൾഡ് വാട്ടറിൽ റിൻസ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് കണ്ടോ, ഈ തൊലി ഇങ്ങനെ ഇളക്കി നമുക്കിത് എടുത്ത് കളയണം. ഇതിങ്ങനെ പീൽ ചെയ്ത് ഈ സ്കിന്നങ്ങ് ഇളകി അങ്ങ് വന്നോളും. അപ്പം ഉടനെ തന്നെ നല്ലോണം ഇത് ബോയിൽ ചെയ്യുമ്പോൾ ഇതിങ്ങനെ വെട്ടി കീറുന്ന പോലെ കാണും. അപ്പോൾ അത് മനസ്സിലാകുന്നു അത് സ്കിൻ പീൽ ചെയ്യാൻ റെഡിയാകുന്നു. അത് കഴിഞ്ഞിട്ട് നല്ല തണുത്ത വെള്ളത്തിൽ ഒന്ന് റിൻസ് ചെയ്ത് ഇതെടുത്തിട്ട് ഉടനെ ഈ തൊലി ഇങ്ങനെ പൊളിച്ചെടുത്തിട്ട് നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്തോ അല്ലെങ്കിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തൊന്ന് പെട്ടെന്നൊന്ന് പ്യൂറേ പോലെ ആക്കി ഒരു ലിക്വിഡ് ഫോമിലാക്കാം. ഞാനിവിടെ ചോപ്പ് ചെയ്താണ് എടുക്കുന്നത്. ഇപ്പോൾ ഒരു പാൻ എടുക്കുക, ഇച്ചിരി ഓയിൽ ഒഴിക്കുക, ഒന്ന് ഹീറ്റ് ചെയ്യണം. എന്നിട്ട് എണ്ണ ചൂടായി കഴിയുമ്പം കുറച്ച് 2 ബേ ലീഫ്, കുറച്ച് കറിവേപ്പില, ഉള്ളി, പച്ചമുളകും, ഉള്ളിയും, വെളുത്തുള്ളിയും, ഇഞ്ചിയും ഇതിട്ടൊന്ന് വഴറ്റിയെടുക്കണം. കുറച്ച് വറ്റൽ മുളകും കൂടെ ഇടാം. ഈ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി നല്ലോണം മൂത്തിട്ടുണ്ട്. ഇതൊരു ഉപ്പിട്ടില്ല. ഉപ്പിടുമ്പം സൂക്ഷിച്ചിടണം, കാരണം കടല വേവിക്കാൻ നേരം ഉപ്പ് ഓൾറെഡി ഇട്ടാണ് വേവിച്ചത്. അപ്പം ഇച്ചിരി ഇടാം, വേണമെങ്കിൽ നമുക്ക് നോക്കിയിട്ട് പിന്നെ വേണമെങ്കിൽ ഇടാം. ഓക്കെ, കുറച്ച് നമ്മുടെ മസാലകളെല്ലാം ഇട്ട് മൂപ്പിക്കണം. ആ റോ സ്മെല്ലൊക്കെ പോയി. ഇനിയും ഈ സ്റ്റേജിൽ നമ്മൾ ചോപ്പ് ചെയ്ത് ബ്ലാൻഡ് ചെയ്ത് തക്കാളി ആഡ് ചെയ്യുക. നല്ലോണം ഒന്ന് ഉടച്ചെടുക്കുക. ഈ സ്റ്റേജിൽ ഇതിൻ്റെ ടേസ്റ്റ് മേക്കെന്ന് പറഞ്ഞാൽ കസൂരി മേത്തിയാണ്. കസൂരി മേത്തി ഒരു 1 to 2 ടേബിൾ സ്പൂൺസ്, എത്ര ഇട്ടാലും കുഴപ്പമില്ല. 2 or 3 ടേബിൾ സ്പൂൺ ഇടാം. ഞാനിവിടെ ഒരു 2.5 ടേബിൾ സ്പൂൺസ് ഇട്ടിട്ടുണ്ട്. കസൂരി മേത്തി ഇട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം. അതാ അപ്പോഴത്തേക്ക് ഇതിൻ്റെ മണം അങ്ങ് മാറും. പിന്നെ നമ്മൾ ക്രഷ് ചെയ്തത് ജാതിപത്രിയും ഏലക്കയും ഒന്ന് ക്രഷ് ചെയ്താണ് ഇടുന്നത്, അതും കൂടെ ഒന്ന് ഇടും. ഈ സ്റ്റേജ് ഇത്രയും കഴിയുമ്പോഴത്തേക്ക് ഈ ജാതിപത്രിയും കസൂരി മേത്തിയും ഏലക്കയും കൂടെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ഇതിൻ്റെ ആ അറോമ സ്മെല്ലങ്ങ് മാറും. വേറൊരു നല്ല പ്രത്യേക ഒരു നല്ല സ്മെല്ലായിട്ട് ഇത് വരും. ഇതുവരെ വെള്ളമൊന്നും ഇപ്പം നമ്മൾ ആഡ് ചെയ്യുന്നില്ല. നെക്സ്റ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ കടല വേവിച്ച് വെച്ച കടല അങ്ങോട്ട് ഇടുക. നല്ലോണം ഇളക്കുക. അതിൻ്റെ കൂടെ നമ്മളൊരു 1/2 കപ്പ് കടല
മാറ്റി വെച്ച് ഇതൊന്ന് ക്രഷ് ചെയ്ത് എടുത്തതാണ്. വേവിച്ചതിൻ്റെ അകത്ത് നമ്മളൊന്ന് ഉടച്ചെടുക്കും. ഇത് കടല ഒരു 1/2 കപ്പ് അതും കൂടെ ഇട്ട് നല്ലോണം ഈ മസാലയായിട്ട് യോജിപ്പിക്കുക. വെള്ളം ആഡ് ചെയ്യാം. ചാറ് എത്ര വേണ്ടിയെന്ന് വെച്ചാൽ കൊഴുപ്പുണ്ട് ചാറെന്ന് വേണമെങ്കിൽ വെള്ളം കുറച്ച് ആഡ് ചെയ്യുക. കുറച്ചും കൂടി ലൂസറായിട്ട് വേണമെങ്കിൽ അതിനനുസരിച്ച് വെള്ളം കൂട്ടിയെടുക്കുക. തണുത്ത വെള്ളം ആഡ് ചെയ്യൽ ഒരു വോം വാട്ടറാണ് ആഡ് ചെയ്യേണ്ടത്. 2.5 കപ്പ് വെള്ളമാണ് ഞാൻ 5 കപ്പ് കടലയ്ക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഒന്ന് അടച്ചു കൊടുക്കുക. ഓക്കെ, നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഓക്കെ, നല്ലതായിട്ട് തിളച്ചു. അതുകൊണ്ട് ഇത് കണ്ടോ, ഇതിൻ്റെ ചാറ് കൊഴുപ്പായിട്ടിരിക്കുന്നത് കണ്ടോ, ലൂസല്ല, കുറച്ചൊന്ന് ഗ്രേവി പോലെ ആക്കിയേക്കുന്നത് കഴിഞ്ഞു. ഇത് നല്ലോണം ആയിട്ടുണ്ട്, കുക്കായിട്ടുണ്ട്. എന്നിട്ട് ഈ സ്റ്റേജിൽ തീർന്നു. നമ്മൾ ഒന്നിച്ചിരി ഒരു പിടി മല്ലിയിലയും കൂടെ അത് പുറത്തൊന്ന് സ്പ്രിങ്കിൾ ചെയ്തിട്ട് ഇളക്കി ഓഫ് ചെയ്യുക. അത്രയേ ഉള്ളൂ. നമ്മുടെ ഭട്ടൂരയുടെ ചെന കടലക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് ഭട്ടൂരയുടെ സ്റ്റെപ്സ് കാണിക്കാം. 2 മണിക്കൂർ കഴിഞ്ഞു. നമ്മൾ ഈ ഭട്ടൂരയുടെ മാവ് ഒന്ന് നോക്കാം. കണ്ടോ, ഇനി നമ്മളിതൊന്ന് ലോങ്ങായിട്ട് ഷേപ്പ് ചെയ്തിട്ട് പിന്നെ കട്ട് ചെയ്ത് നമ്മൾ പരത്തി ഇത് വറുത്തെടുക്കണം. കഴിയുന്ന അത്രയും ഈ പരത്താൻ നേരം ഒരുപാട് മൈദപ്പൊടി ഇട്ട് പരത്തല്ലേ. ഈ സമയത്ത് നമ്മുടെ ഭട്ടൂര ഫ്രൈ ചെയ്യാനായിട്ട് അത്യാവശ്യം ഇച്ചിരി എണ്ണയും ഒഴിച്ച് ഒരു പാൻ ചൂടാക്കി വെക്കാം ഇത് ഫ്രൈ ചെയ്യാനായിട്ട്. നല്ല ഡോ ആയതുകൊണ്ട് ഇതുവരെ നമ്മൾ ഓൾ പർപ്പസ് ഫ്ലവർ ഇട്ട് ഡസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വന്നില്ല. മൈദ ഇട്ട് ചെയ്യേണ്ടി ഒന്നും വന്നിട്ടില്ല. എണ്ണയും തേന്ന് നല്ലതായിട്ട് പരത്തിയെടുക്കാൻ പറ്റുന്നുണ്ട്. ഓക്കെ, 5 ഭട്ടൂരയുടെ ഞാൻ പരത്തി ഇവിടെ എടുത്തിട്ടുണ്ട്. ഒട്ടും ഞാൻ മൈദപ്പൊടി ഇടേണ്ട ആവശ്യമില്ല. നല്ലതായിട്ട് അത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പരത്തുന്ന സമയത്ത് എണ്ണ ചൂടാക്കാൻ വെക്കണം. കാരണം നല്ല തിളച്ച എണ്ണയില്ല ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അപ്പം നമുക്കിനി ഫ്രൈ ചെയ്തെടുക്കാം. വേണ്ട, അത് നല്ല പഫി ആയിട്ടുണ്ട്. സോഫ്റ്റ് ഭട്ടൂരസ്. അപ്പം നമ്മൾ ഇത് അതുപോലെ എല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് എടുക്കാം. അങ്ങനെ ഇൻസ്പയർ ആൻഡ് ലീഡിൽ റിക്വസ്റ്റഡ് വീഡിയോ ചന ഭട്ടൂര ഇവിടെ റെഡി ആയിട്ടുണ്ട്. തുറന്നൊരെണ്ണം കാണിക്കാം. നല്ല സോഫ്റ്റ് ആൻഡ് ഫ്ലഫി ആയിട്ടുണ്ടത്. കറിയാണെങ്കിലും അതുപോലെ അത്യാവശ്യത്തിന് ഗ്രേവിയുണ്ട്. സോ ഡു ട്രൈ ഔട്ട്. ഇത്രയും സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാ ഫാമിലി മെമ്പേഴ്സിനും താങ്ക് യു സോ മച്ച്. ഡു കീപ്പ് ഓൺ സപ്പോർട്ടിങ് ആൻഡ് അൺടിൽ നെക്സ്റ്റ് ടൈം ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നതായിരിക്കാം. ദിസ് ഇസ് പ്രീത ഫ്രം ഇൻസ്പയർ ആൻഡ് ലീഡ് സൈനിങ് ഓഫ്.